സംസ്ഥാനത്ത് അപൂർവ തരത്തിലുള്ള ഒരു ഭരണ പ്രതിസന്ധി രൂപപ്പെടുന്നു എന്നൊരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ക്യാബിനറ്റിൽ കൂട്ടുത്തരവാദിത്വമോ കൂടിയാലോചനകളോ നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച സംഭവമുണ്ടല്ലോ, അത് എക്സൈസ് വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് നമ്മൾ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. അതേ എക്സൈസ് വകുപ്പ് മന്ത്രിയായ ലിജു തന്നെയാണല്ലോ സഹകരണ വകുപ്പ് മന്ത്രിയും. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ പെൻഷൻ വീടുകളിൽ കൊണ്ടെത്തിക്കുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ സഹകരണ വകുപ്പിന്റെ അതൃപ്തി അദ്ദേഹം ഇതിൽ പറയുകയുണ്ടായി. അത് തുടരണമെന്നാണ് സഹകരണ വകുപ്പിന്റെ ആഗ്രഹമെന്ന് പറയുകയുണ്ടായി. മറ്റൊരു അതൃപ്തി നമ്മൾ ഇന്നലെ കേട്ടത് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണ്. പോലീസ് ഉപദേഷ്ടാവായി മുൻ DGP ആയ A. ഹേമചന്ദ്രനെ അദ്ദേഹം നിയമിച്ചിരുന്നു. പക്ഷേ ആ നിയമനത്തിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സംശയം ഇതാണ്, അപ്പോൾ മന്ത്രിസഭയിൽ ഈ ചർച്ചകളൊന്നും നടക്കുന്നില്ലേ? മന്ത്രിമാർ തമ്മിൽ മുഖ്യമന്ത്രിയുമായി പരസ്പരമുള്ള ആശയവിനിമയമോ ഏകോപനമോ നടക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഇല്ല എന്ന് പറയേണ്ടി വരും. അത് ഏറ്റവും ഗൗരവതരമായ ഭരണ പ്രതിസന്ധി രൂപപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. ഒരു കാര്യം കൂടി പറയാം, കഴിഞ്ഞ ഒരൊറ്റ മാസത്തിനിടെ 3 പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർക്കാണ് ഹൈക്കോടതിയിൽ പോയി ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്, തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്, കോടതിയുടെ വിമർശനം മുഴുവൻ കേൾക്കേണ്ടി വന്നത്. സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? ഇത് കൂട്ടുത്തരവാദിത്വമില്ലായ്മയുടെ കൂടിയാലോചനകളില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി കാണാൻ കഴിയും. ഇത് വലിയ വിമർശനമായി ഉയരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംസ്ഥാന സർക്കാരിൽ സംഭവിക്കുന്നതെന്ന്. അഞ്ജു, ഗുഡ് മോർണിംഗ്. അഞ്ജു, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമോ കൂടിയാലോചനകളോ ഇല്ല എന്ന ആക്ഷേപമാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഗൗരവതരമാണ്. വലിയ ഭരണ പ്രതിസന്ധി രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മന്ത്രിമാർ തന്നെ ഈ അതൃപ്തികൾ തുറന്നു പറയുന്ന സാഹചര്യമാണോ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് അസാധാരണമായ തരത്തിലുള്ളൊരു ഭരണ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു സർക്കാർ അധികാരത്തിൽ കയറിയിട്ട്, അതായത് UDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 3 മാസം കഴിയുന്നതേ ഉള്ളൂ. ഈ സമയം കൊണ്ടാണ് വലിയ രീതിയിലുള്ള ആശങ്കകൾ ജനങ്ങൾക്കുൾപ്പെടെ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത്, ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം. പക്ഷേ നിലവിൽ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത്. മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ഒരു ഏകാധിപതിയെ പോലെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. മറ്റു വകുപ്പുകളോ അതാത് വകുപ്പുകളോ ഒന്നും കാര്യങ്ങൾ അറിയുന്നില്ല. ആ വകുപ്പുകളെ അറിയിച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനാണ് മുഖ്യമന്ത്രി ഓരോ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. അതിനുള്ള ഉദാഹരണം മനു ഇൻട്രോയിൽ തന്നെ പറയുകയുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം ബഡ്ജറ്റ് സമയത്ത് മുഖ്യമന്ത്രി നടത്തിയിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ തന്നെ ഈ വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M. ലിജുവിനോട് ഈ കാര്യത്തിൽ മന്ത്രിക്ക് എന്താണ് നിലപാടെന്ന് ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ പതിയെ അതിന്റെ അതൃപ്തി വ്യക്തമാക്കി. തനിക്ക് അതിൽ അതൃപ്തിയുണ്ട്, താൻ പറയേണ്ട കാര്യം, തന്റെ അതൃപ്തി പറയേണ്ട സമയത്ത് പറയുമെന്നുള്ള കാര്യം പറഞ്ഞു. വകുപ്പിനോട് കൂടി ആലോചിക്കാതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തെന്നടക്കം M. ലിജു പറയുന്നു. അത് പിന്നെ മുന്നണിയിലേക്ക് ചർച്ചയ്ക്ക് വരുന്നു. വലിയ രീതിയിലുള്ള മുതിർന്ന നേതാക്കളടക്കം മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നില്ല, മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കുന്നില്ല, എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന അടക്കമുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും ഉയരുന്നു. അങ്ങനെയാണ് ഒടുക്കം ഒരു താൽക്കാലികം എന്നോണം മുഖ്യമന്ത്രി തന്നെ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചിരിക്കുന്നത്. അത് ഈ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു നല്ലൊരു പദ്ധതിയായിരുന്നു. കാരണം ജനങ്ങളിലേക്ക് ഇഴുകി ചെല്ലുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയും പൊടുന്നനെ ധനവകുപ്പ് അങ്ങോട്ട് നിർത്തലാക്കുകയായിരുന്നു. സഹകരണ വകുപ്പിൽ നിന്ന് ഇനി അത്തരത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് ക്ഷേമ പെൻഷൻ നൽകണ്ട എന്നുള്ളൊരു കാര്യം മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അതായത് VD സതീശൻ വ്യക്തമാക്കുമായിരുന്നു. അക്കാര്യത്തിലാണ് ഇന്നലെ സഹകരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള M. ലിജു വ്യക്തമാക്കിയത്. തനിക്ക് അതിലൊരു പ്രയാസമുണ്ട്, തൻ്റെ വകുപ്പിന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. കാരണം അതൊരു നല്ല പദ്ധതിയാണ്, അതിനെ അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു പദ്ധതി അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അത് സഹകരണ വകുപ്പിനും അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളിലിടയിൽ സർക്കാരിന് നല്ലൊരു പ്രതിച്ഛായ, വകുപ്പിന് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. അതും പെട്ടെന്ന് ഇങ്ങനെ എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്നുള്ളതിൽ ഒരു നീരസമുണ്ട് അദ്ദേഹത്തിന്. ആ നീരസമാണ് അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ചത്. ആ കാര്യവും അദ്ദേഹം എന്തായാലും അതൃപ്തി പോലെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പാർട്ടിയിലും പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ ഈ മന്ത്രിസഭാ യോഗങ്ങളിൽ ഒന്നും കൂടിയാലോചന നടത്താതെയാണ് മുഖ്യമന്ത്രി ഓരോ തീരുമാനങ്ങൾ
തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ്, ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ആരോപണമുള്ളത്. അത് അദ്ദേഹത്തിന് ഈ ഒരു ഉപദേഷ്ടാവിനെ നിയമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു കാര്യം അറിയിക്കുകയുണ്ടായത്. അദ്ദേഹം മുൻ DGP ആയിട്ടുള്ള ഹേമചന്ദ്രനെയാണ് ഇത്തരത്തിൽ ഉപദേഷ്ടാവായി നിയമിക്കാൻ തീരുമാനിക്കുകയും ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഒഫീഷ്യലി ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഔദ്യോഗികമായ രേഖകളൊക്കെ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹേമചന്ദ്രൻ. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫയൽ നീക്കമോ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടില്ല. അതിൽ വലിയ അതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. മുഖ്യമന്ത്രിയോട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത്? ഈ എല്ലാ വകുപ്പുകളെയും സമുന്നയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. വകുപ്പുകൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം, വകുപ്പുകളുടെ ആശങ്കകൾ ഇല്ലാതാക്കണം, വകുപ്പുകൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായി ചെയ്തു കൊടുക്കേണ്ടതൊക്കെയുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ഉപദേഷ്ടാവിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാളെ നിയമിക്കുന്നു, അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട്, അതായത് മാസങ്ങളായിട്ടും ഇതുവരെയും അതിന്റെ ഒരു ഫയൽ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഫിഷറീസ് വകുപ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സമയത്ത് വകുപ്പ് മന്ത്രി എത്താത്തൊരു സാഹചര്യം ഉണ്ടെന്ന്. 11 ദിവസമാണ് വകുപ്പ് മന്ത്രി ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്താതിരുന്നത്. ആ സമയത്ത് വകുപ്പ് മന്ത്രി എവിടെയാണെന്നുള്ള ചോദ്യം ഉയരുന്നു, എവിടെയാണ് അബ്ദുൽ ഗഫൂർ എന്നുള്ള ചോദ്യം ഉയരുന്നു. ആ സമയത്തൊന്നും മുഖ്യമന്ത്രിയോ ഈ കാര്യത്തിൽ ഒരു മറുപടി പോലും പറയുന്നില്ല. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയെ അല്ലെങ്കിൽ അവിടെ പോകണം, കാര്യങ്ങൾ ഏകോപിപ്പിക്കണം, അതിന് നേതൃത്വം നൽകണമെന്നുള്ളൊരു കാര്യം വകുപ്പ് മന്ത്രിക്കും പറയുന്നില്ല. ഇത്തരത്തിൽ മന്ത്രിസഭയിൽ എല്ലാവരും ഒരു കൂട്ടായി പ്രവർത്തിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹമാണ് ഒരു ഏകാധിപതിയെ പോലെ ആദ്യം തുടക്കം, അതായത് 3 മാസമാകുന്നു. ഈ 3 മാസവും അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ തീരുമാനങ്ങൾ എടുത്തത് തന്നെയാണ് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലാതെ വന്നത്. ഈ സുഗതന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടും ഇതേ ഒരു ആരോപണം തന്നെയുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവ് ഉയർത്തിക്കാട്ടിയാണ് സുഗതനെ, ഈ BJP കൗൺസിലായിട്ടുള്ള സുഗതന്, കാപ്പ കേസ് പ്രതി കൂടിയാണ്, അദ്ദേഹത്തിന് അവധി അപേക്ഷ തിരുവനന്തപുരം കൗൺസിലിൽ വെച്ചിട്ട് നഗരസഭ നൽകുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയ കാര്യം ഈ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്ത് തീരുമാനമെടുക്കണം, അതൊരു സെൻസിറ്റീവ് വിഷയമാണ്. അത് BJP പോലെയുള്ള ഒരു പാർട്ടിക്ക് കരുത്തു പകർന്ന ഒരു കാര്യമാണ്. അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ സ്വന്തം നിലയ്ക്ക് ഈ വകുപ്പുകളൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഒരു കൂട്ടായ ഒരു ഉത്തരവാദിത്തം, കൂട്ടായ ഉത്തരവാദിത്തമില്ലാതെ പോകുന്നു, കൂടി ആലോചനകളില്ലാതെ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.